അമേരിക്കൻ സൈനിക സംവിധാനങ്ങൾക്ക് ഇറാന്റെ മുന്നിൽ പുല്ലുവിലയേ ഉള്ളൂ. IRGC ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിലെ അമേരിക്ക കാവൽ നൽകിക്കൊണ്ട് എസ്കോർട്ട് നൽകി മുന്നോട്ട് പോകുന്ന കപ്പൽ ആക്രമിച്ചിരിക്കുകയാണ്. കപ്പൽ ആക്രമിച്ചു എന്നതല്ല ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ദിവസവും കപ്പലുകൾ പലതും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഹോർമുസ് കടലിടുക്കിൽ. ഹോർമുസ് കടലിടുക്കിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിന് എസ്കോർട്ട് നൽകാൻ വേണ്ടി മുകളിൽ നിന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രോണിനെയാണ് ഇറാൻ തകർത്തിരിക്കുന്നത്. സർവീസ് നടത്തുന്ന കപ്പലിനെ ആക്രമിച്ചു എന്നതിലുപരി ആ കപ്പലിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി അമേരിക്ക വിന്യസിച്ച ഡ്രോണിനെയും ഇറാൻ തകർത്തു എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. MQ-9 റീപ്പർ എന്നറിയപ്പെടുന്ന ഡ്രോണിനെയാണ് ഇറാൻ ഹോർമുസ് കടലിടുക്കിന് മുകളിൽ തകർത്തിരിക്കുന്നത്. ഏകദേശം $30 മില്യണോളം ഡോളറാണ് ഈ ഒരൊറ്റ റീപ്പറിന്, ഈ ഒരു ഡ്രോണിന് ചെലവ് വരുന്നത്. അത്തരത്തിലുള്ള പല ഡ്രോണുകളെയും ഇറാൻ തകർത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ യുദ്ധവിമാനങ്ങൾ F-35 പോലുള്ള യുദ്ധവിമാനങ്ങൾ അതൊരു ആക്രമണത്തിന് ബദലാകും, അല്ലെങ്കിൽ ഇറാന്റെ മിസൈലുകൾ അതിനെ തകർക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരിക്കണം ഈ ഡ്രോൺ ഉപയോഗിച്ച് അതിനെ നിരീക്ഷിച്ചത്. കപ്പലുകൾ സുരക്ഷിതമാണോ അല്ലെങ്കിൽ സുരക്ഷിതമാക്കാൻ വേണ്ടി കൂടുതൽ നിരീക്ഷണം ഏർപ്പെടുത്തിയത്. പക്ഷെ ആ ഡ്രോണിന് നേരെ ആക്രമണം നടത്തുകയും അതോടൊപ്പം തന്നെ കപ്പലും ആക്രമിച്ചിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഇറാൻ ഉപയോഗിച്ചത് ക്രൂസ് മിസൈലാണ് കപ്പലിന് നേരെ. സ്പീഡ് ബോട്ടുകൾ ഉപയോഗിച്ച് ആക്രമിക്കുമ്പോൾ ഒരുപക്ഷെ ആ സ്പീഡ് ബോട്ടുകളെ നിരീക്ഷിക്കാനായിരിക്കണം ഈ ഡ്രോൺ അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ടാവുക. ആ സ്പീഡ് ബോട്ടുകളെ മനസ്സിലാക്കുകയും കണ്ടെത്തുകയും ചെയ്ത് അതിനെ ആക്രമിക്കുക എന്നതായിരിക്കും ഒരുപക്ഷെ ഡ്രോണിന്റെ ലക്ഷ്യം. എന്നാൽ അവിടെ അത്തരത്തിലുള്ള സ്പീഡ് ബോട്ടുകളല്ല ഇറാൻ ഉപയോഗിച്ചത്. ക്രൂസ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് കപ്പലിനെ ആക്രമിച്ചത്. എന്നാൽ ഈ മിസൈലുകളെ തടുക്കാനോ ഈ എസ്കോർട്ട് നൽകിയ കപ്പലുകളെ സുരക്ഷിതമായി അതിനെ സംരക്ഷിക്കാനോ അമേരിക്കൻ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നത് വസ്തുതയാണ്. അപ്പോഴും ട്രംപ് ഒരു ഭാഗത്ത് ഭീഷണി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് ഹോർമുസ് കടലിടുക്ക് ഞങ്ങളുടെ പൂർണ്ണ ആധിപത്യത്തിലാണ് എന്ന് ട്രംപ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ട്രംപിന്റെ സൈന്യം ഹോർമുസ് കടലിടുക്കിലേക്ക് കടക്കാൻ പോലും ഭയപ്പെടുന്നു എന്ന കാര്യം ട്രംപ് അറിയാത്ത പോലെ നിൽക്കുകയാണ്. മാത്രമല്ല അമേരിക്ക എസ്കോർട്ട് നൽകുന്ന ഓരോ കപ്പലുകളും ഇപ്പോഴും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സുരക്ഷിതമായി ഒമാൻ അടുത്തുള്ള അമേരിക്ക നിശ്ചയിച്ച പാതയിലൂടെ കടന്നു പോകാൻ ഒരു കപ്പലിനും ഇപ്പോൾ സാധിക്കുന്നില്ല എന്ന കാര്യം ലോകം ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പരസ്യമായ യാഥാർത്ഥ്യമാണ്.